അമേരിക്കൻ ഡ്രോണുകളുടെ ശവപ്പറമ്പായി ഇറാൻ മണ്ണ് മാറിയ പോരാട്ടം. നീണ്ട 40 ദിവസമായി നീണ്ടുനിന്ന അമേരിക്ക ഇറാൻ ഏറ്റുമുട്ടലിൽ ലോകം കണ്ടത് ഒരു നിർണായക യാഥാർത്ഥ്യമാണ്. വ്യോമശക്തി മാത്രം കൊണ്ട് യുദ്ധം ജയിക്കാനാവില്ല. ആധുനിക ആയുധ ശേഖരവും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബജറ്റും കൈവശമുണ്ടെങ്കിലും ഇറാനെ മുട്ടുകുത്തിക്കാമെന്ന കണക്കുകൂട്ടൽ അമേരിക്കയ്ക്ക് എളുപ്പമാകാതെ പോയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരി 28 മുതൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ പേരിൽ അമേരിക്ക ആയിരക്കണക്കിന് ലക്ഷ്യങ്ങൾ ആക്രമിച്ചെങ്കിലും ഇറാന്റെ പ്രതിരോധ ശേഷി തകരാതെ മറുപടി നൽകാൻ കഴിഞ്ഞുവെന്നാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. 13,000-ലധികം ലക്ഷ്യങ്ങൾ ആക്രമിച്ചുവെന്ന അവകാശവാദങ്ങൾക്കിടയിലും അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾക്ക് നേരിട്ട നഷ്ടങ്ങൾ ശ്രദ്ധേയമാണ്. ഏറ്റവും നൂതനമായ നിരീക്ഷണ ഡ്രോണുകളിലൊന്നായ MQ-4C ട്രൈറ്റൺ നഷ്ടപ്പെട്ടത് വെറും സാങ്കേതിക തിരിച്ചടിയല്ല, അത് അമേരിക്കയുടെ അഭിമാന വ്യോമ സമ്പത്തിനേറ്റ വലിയ ആഘാതമായാണ് ഇത് കാണപ്പെടുന്നത്. $100 മില്യൺ വില വരുന്ന ഈ സംവിധാനങ്ങൾ പോലും ഇറാന്റെ നിരീക്ഷണത്തിനും പ്രതിരോധത്തിനും മുമ്പിൽ സുരക്ഷിതമല്ലെന്ന ധാരണ ശക്തിപ്പെട്ടു. അതിൽ വലിയ തിരിച്ചടി MQ-9 റീപ്പർ ഡ്രോണുകൾക്കുണ്ടായ നഷ്ടങ്ങളാണ്. നിരീക്ഷണത്തിനും കൃത്യമായ ആക്രമണങ്ങൾക്കും അമേരിക്ക വ്യാപകമായി ആശ്രയിച്ചിരുന്ന ഈ ഡ്രോണുകൾ വലിയ തോതിൽ വീണതായാണ് റിപ്പോർട്ടുകൾ. ഒരു യൂണിറ്റിന് കോടിക്കണക്കിന് ഡോളർ വില വരുന്ന ഈ ഡ്രോണുകൾ പാളികളായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കെതിരെ എത്രത്തോളം ദുർബലമാണെന്ന് ഈ യുദ്ധം തുറന്നുകാട്ടി. കുറഞ്ഞ ചിലവിൽ ഉയർന്ന സാങ്കേതിക ആയുധങ്ങളെ വെല്ലുവിളിക്കാൻ കഴിയുന്ന അസമമായ യുദ്ധരീതിയുടെ വിജയമായി പലരും ഇതിനെ കാണുന്നു. ലോകത്തിലെ ഏറ്റവും പുരോഗമനപരമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നായി അവതരിപ്പിക്കപ്പെട്ട F-35നും യുദ്ധത്തിൽ വെല്ലുവിളി നേരിട്ടു. കാണാനാവാത്ത സ്റ്റെൽത്ത് കരുത്തെന്നറിയപ്പെട്ടിരുന്ന വിമാനങ്ങൾ പോലും ഇറാന്റെ ഗ്രൗണ്ട് ഫയർ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടിയെന്ന റിപ്പോർട്ടുകൾ വലിയ ചർച്ചയുണ്ടാക്കി. വർഷങ്ങളായി വിപണനം ചെയ്ത സാങ്കേതിക അജയ്യതയുടെ പ്രതിച്ഛായയ്ക്ക് ഇത് ചോദ്യചിഹ്നമുയർത്തി. സാങ്കേതിക വിദ്യ എത്ര മുന്നേറിയാലും പ്രതിരോധ തന്ത്രങ്ങളും ഭൂപ്രദേശ പരിചയവും നിർണായകമാണെന്ന് ഇത് തെളിയിച്ചു. F-15E, KC-135, E-3 സെൻട്രി പോലുള്ള പിന്തുണ വിമാനങ്ങൾക്കും നേരിട്ട നഷ്ടങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതാണ്. യുദ്ധത്തിൽ പോരാടുന്ന ഫൈറ്റർ ജെറ്റുകൾ മാത്രം മതിയാകില്ല. അവയ്ക്ക് ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകളും ആകാശത്ത് നിരീക്ഷണം നടത്തുന്ന റഡാർ വിമാനങ്ങളും രക്ഷാപ്രവർത്തനത്തിനുള്ള പ്രത്യേക പ്ലാറ്റ്ഫോമുകളും അനിവാര്യമാണ്. ഇവയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ അമേരിക്കൻ വ്യോമ പ്രവർത്തനങ്ങളുടെ മുഴുവൻ ശൃംഖലയെയും ബാധിക്കുന്നതാണ്. അതായത് ഇറാൻ വെറും വിമാനങ്ങളെ നേരിട്ടല്ല, യുദ്ധയന്ത്രത്തിന് നാഡികളെ തന്നെയാണ് ലക്ഷ്യമിട്ടത്. ഇറാന്റെ ഏറ്റവും വലിയ ശക്തി അതിന്റെ അസമമായ പ്രതിരോധ തന്ത്രങ്ങളാണ്. പരമ്പരാഗത രീതിയിൽ അമേരിക്കയെ പോലെ വിമാനക്കപ്പലുകളോ അനന്തമായ വ്യോമസേനയോ ഇല്ലെങ്കിലും മിസൈലുകൾ, ഡ്രോണുകൾ, മൊബൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, വേഗതയേറിയ പ്രതികരണശേഷി, ഭൂമിശാസ്ത്രപരമായ നേട്ടം ഇവയെല്ലാം ചേർത്ത് അവർ ഒരു സങ്കീർണ പ്രതിരോധ വലയം സൃഷ്ടിച്ചു. ഇതിലൂടെ കൂടുതൽ ചിലവേറിയ അമേരിക്കൻ പ്ലാറ്റ്ഫോമുകൾക്ക് സ്ഥിരമായ ഭീഷണി ഉയർത്താൻ അവർക്ക് കഴിഞ്ഞു. ഈ യുദ്ധം മറ്റൊരു രാഷ്ട്രീയ സന്ദേശവും നൽകുന്നു. സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദവും പതിറ്റാണ്ടുകളായി നേരിട്ടിട്ടും ഇറാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ വളർത്തിയെടുത്തിരിക്കുകയാണ്. പുറത്തുനിന്നുള്ള സമ്മർദ്ദം രാജ്യം തകർക്കുമെന്ന് കരുതിയവർക്ക് പകരം സമ്മർദ്ദം അവരെ കൂടുതൽ സ്വയം പര്യാപ്തയാക്കിയെന്ന വാദം ഇപ്പോൾ ശക്തമാകുന്നു. ആഭ്യന്തര ആയുധ നിർമ്മാണം, പ്രാദേശിക സഖ്യങ്ങൾ, സാങ്കേതിക അനുകരണം, യുദ്ധാനുഭവം ഇവയെല്ലാം ചേർന്ന് പുതിയ ശേഷി രൂപപ്പെട്ടുവെന്ന് ഈ ഏറ്റുമുട്ടൽ സൂചിപ്പിക്കുന്നു. അമേരിക്കയ്ക്കുള്ള വലിയ പാഠം ഇതാണ്: ആകാശ മേധാവിത്വം കൊണ്ട് മാത്രം യുദ്ധം ജയിക്കാമെന്ന കാലം അവസാനിക്കുന്നു. കുറഞ്ഞ ചിലവിൽ ഉയർന്ന നഷ്ടം വരുത്തുന്ന തന്ത്രങ്ങൾ, വ്യാപകമായ ഡ്രോൺ യുദ്ധം, വികേന്ദ്രീകൃത പ്രതിരോധ സംവിധാനം എന്നിവ വലിയ സൈനിക ശക്തികൾക്കും കഠിന വെല്ലുവിളിയാകുന്നു. ഇറാൻ ഈ യുദ്ധത്തിൽ അത് ലോകത്തിന് കാണിച്ചു തന്നുവെന്ന വിലയിരുത്തലാണ് ഉയർന്നത്. അവസാനമായി നോക്കുമ്പോൾ ഇത് വെറും യുദ്ധങ്ങളുടെ കണക്ക് മാത്രമല്ല, ശക്തി എന്നതിന്റെ അർത്ഥം മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണ്. ഏറ്റവും വലിയ വില കൂടിയ ആയുധങ്ങൾ കൈവശമുള്ളവനല്ല, ഏറ്റവും ബുദ്ധിപരമായി പ്രതിരോധം സൃഷ്ടിക്കുന്നവനാണ് ഇന്ന് ഭൂമിയിൽ മേൽക്കൈ നേടുന്നത്. ആ സന്ദേശം ലോകത്തോട് പറയാൻ ഇറാന് ഈ ഏറ്റുമുട്ടൽ മതി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.